കൂട്ടുകാരെ, ഇന്ന് പൊങ്കലല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചേ നമുക്ക് നല്ലൊരു മധുരം ഒന്ന് റെസിപ്പി തയ്യാറാക്കിയാലോ എന്ന്. അപ്പൊ എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലൊരു ഐഡിയ തോന്നി. അങ്ങനെ കുറച്ച് റവയും നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ കൊണ്ട് നല്ല അടിപൊളിയായിട്ടൊരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ കഴിച്ചായിരുന്നു കൂട്ടുകാരെ. അപ്പൊ ഇത് കാണുന്നതിന് മുമ്പ് എന്നും പറഞ്ഞ പോലെ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് കണ്ടാലോ? ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 1/2 കിലോ റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനകത്ത് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് ശർക്കര പാനിയാണ്. നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചാണ് ഫുള്ള് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാൻ മൊത്തം. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്ത നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കുക. കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ടു. ഇനി ഇതിനകത്ത് നമ്മൾ 1 കപ്പ് തേങ്ങ ചിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതൊരു 3-4 ഏലക്ക എടുത്തിട്ടുണ്ട്. ചെറുതാണ്, അത് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് റവയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾക്ക് ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവാക്കി കിട്ടും. ഏകദേശം ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി ഇഡലി തട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് നമുക്ക് തട്ടിനകത്ത് കുഴിക്കകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇനി നമുക്ക് തട്ടിലോട്ട് കോരി ഒഴിക്കും. നമുക്ക് അടയ്ക്കാം. അപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. നമുക്ക് കൈ കൊണ്ടോ എന്തും കൊണ്ടോ നമുക്ക് തൊട്ട് നോക്കാം വെന്തോ ഇല്ലെന്ന്. അപ്പൊ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ തണുത്ത് വരുന്ന സമയത്ത് നമുക്കിത് എടുക്കാം. നമ്മൾ ഇഡലിയുടെ അതേ കണക്ക് തന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പൊ ഇതേപോലെ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുത്തിട്ട്. അപ്പൊ കൂട്ടുകാരെ, നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സംഭവമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇഡലിയുടെ അതേ കണക്ക് തന്നെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്.